കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് സ്തോത്രവും സ്തുതിയും ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ JCNDSD-യുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഒരു ചെറിയ ഓഡിയോ സന്ദേശം നൽകുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ സാവകാശത്തിനായി അത്യധികമായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ലോകത്ത് ദൈവവചനം, ദൈവം മനുഷ്യർക്ക് സത്യദൈവത്തെ തിരിച്ചറിയുവാനും ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാപദ്ധതിയിലൂടെ വരുവാനുള്ള ദൈവകോപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനും ദൈവം പ്രപഞ്ചത്തിലെ സർവ സൃഷ്ടികളിലും ദൈവത്തിൻ്റെ മഹത്വത്തെ വച്ചിട്ടുണ്ട് എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ആരും ദൈവത്തെ അറിഞ്ഞുകൂടുന്നോ അല്ലെങ്കിൽ ദൈവം ഇല്ലെന്നോ പറയാതെ വണ്ണം ഏതൊരു ബുദ്ധിമാനും പ്രതിവാദം പറയാതിരിക്കേണ്ടതിന് ദൈവം ഈ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ റോമാലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ഇപ്പോൾ ദൈവത്തെയോ ദൈവത്തിൻ്റെ പ്രവൃത്തിയോ ദൈവവചനമനുസരിച്ച് നോക്കാത്ത ആളുകൾക്കും ദൈവം എന്ന ഒരു പ്രതിഭാസം ഉണ്ട് എന്ന് ഭൂരിഭാഗം ആളുകൾ വിശ്വസിക്കുന്നു. പല മതങ്ങളും അവരുടെ പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പല ദൈവങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്. സമ്പത്തിൻ്റെ ആവശ്യങ്ങൾക്കൊരു ദൈവം, വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യങ്ങൾക്കൊരു ദൈവം, അനുഗ്രഹത്തിനൊരു ദൈവം, ആപത്ത് കാലഘട്ടങ്ങളിൽ ആപത്ത് ബാന്ധവനായ മറ്റ് ദൈവങ്ങൾ, അങ്ങനെ ഒരു വലിയ ഒരു ദൈവിക സംവിധാനം തന്നെ പ്രപഞ്ചത്തിൽ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്ന ദൈവം ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അവൻ ഏകനായ അദൃശ്യനായ ദൈവമാണ്. ആ ദൈവത്തിലാണ് നാം ജീവിക്കുകയും ഇരിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത് എന്നാണ് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഇന്ന് ഈ സമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഭാഗം വായിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുകയാണ്. അതിനായി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ വായിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ 22-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ പൗലോസ് അരയോപഗമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ലോകവും അതിലുള്ളതും ഒക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവനെന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യൻ്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് സദൃശ്യം എന്ന് നിരൂപിക്കേണ്ടതല്ല. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം വായിച്ച ഈ പാസേജിൽ എല്ലായിടത്തും ദൈവം തന്നെ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ പ്രസ്താവിക്കുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരുവൻ എന്നുള്ള തലത്തിലാണ്. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നത് ദൈവമോ ഒരുവൻ മാത്രം എന്നാണ്. അപ്പം ഒരേ ഒരു ദൈവത്താലാണ് ഈ പ്രപഞ്ചം ഉളവായത്. ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ പല മതങ്ങൾക്കും അതിൽ വിശ്വസിക്കുന്നവർക്ക് കോടിക്കണക്കിന് ദൈവന്മാരുണ്ട്. അവർക്ക് പ്രത്യേകമായ പൂജാവിധികളുണ്ട്. ചിലയിടത്ത് മൃഗബലിയാണെങ്കിൽ, ചിലയിടത്ത് കോഴിവെട്ടാണെങ്കിൽ, ചിലയിടത്ത് മുട്ടയാണെങ്കിൽ, ചിലയിടത്ത് പൂവാണെങ്കിൽ, ചിലയിടത്ത് പാലാണെങ്കിൽ, ചിലയിടത്ത് പഴമാണെങ്കിൽ, ഇങ്ങനെ നിരവധി നിവേദ്യങ്ങൾ കൊടുക്കുന്നു. എണ്ണയും നെയ്യും ഒക്കെ ഒഴിക്കുന്ന ദൈവിക ആരാധനാക്രമങ്ങൾ നമ്മുടെ ഈ ഇന്ത്യയിൽ ധാരാളമായിട്ടുണ്ട്. അത് വിവിധ മതങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ ആരാധനാ രീതികൾ, അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന രീതികൾ എല്ലാം വ്യത്യസ്തമായ ഒരു കാര്യമാണ്.
എന്നാൽ ഹൃദയശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു ദൈവമേ വാസ്തവമായിട്ടുള്ളൂ. നമ്മുടെ കൈകളിൽ നാം അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട്, നമുക്ക് കിട്ടിയ പണം കൊണ്ട് പൂക്കളും മാലകളും ദൈവമേ സ്വീകരിച്ചു വാങ്ങുന്ന ഒരു ദൈവമല്ല വാസ്തവത്തിലുള്ള ദൈവം. നമുക്കറിയാം, ഇവിടെ എല്ലാം പ്രസ്താവിക്കുന്നത് ഒരു ദൈവത്തെക്കുറിച്ചാണ്. അവിടെ എല്ലാം ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ദൈവത്തെ അവതരിപ്പിക്കുന്നത്. ഇവിടെ നാം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായി ക്ഷേത്രങ്ങൾ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. അപ്പം നമ്മുടെ കരങ്ങൾ കൊണ്ട് അതിനെ തൂക്കുകയും തുടക്കുകയും പിന്നെ ആചാരങ്ങളുടെ സമയം വരുമ്പോൾ അതിനകത്ത് ഉണ്ടാക്കപ്പെട്ട ഒരു പെട്ടകത്തിനകത്തേക്ക് കയറ്റിവെച്ച് ചുമന്നുകൊണ്ട് നടക്കുകയും പ്രദക്ഷിണ വേളകളിൽ ചുമന്നുകൊണ്ട് നടക്കുകയോ, അല്ലെങ്കിൽ അതിനെ ആഘോഷങ്ങളുടെ ഭാഗമായി രൂപക്കൂട്ടിൽ നിന്ന് വെളിയിലെടുത്ത് കഴുകി തുടയ്ക്കുകയോ, അല്ലെങ്കിൽ പൂക്കള് അതിനുമേൽ മാലയോ ഇടുകയോ, അതിനു മുമ്പാകെ കുന്തിരുക്കമോ പുകയോ സാമ്പ്രാണിയോ പുകയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഇവയെല്ലാം മനുഷ്യ സൃഷ്ടികളാണ്. ഇത് മനുഷ്യരൂപത്തിലാകട്ടെ, മൃഗത്തിൻ്റെയോ ഇഴജന്തുക്കളുടെയോ ഇഴജാതികളുടെയോ പർവ്വജാതികളുടെയോ രൂപത്തിൽ ഉണ്ടാക്കപ്പെട്ടതും ആരാധിക്കപ്പെടുന്നതുമായ വിഗ്രഹങ്ങളിൽ ഇരിക്കുന്നതൊന്നും ദൈവമല്ല. എന്നാൽ ഈ വിഗ്രഹങ്ങളുടെ മറവിൽ ഇരുന്നു കൊണ്ട് ആരാധന സ്വീകരിക്കുകയും ആരാധിക്കപ്പെടുകയും ഭക്തജനങ്ങൾ പ്രസാദിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ സംബന്ധിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഈ ലോകത്തിന്റെ ദേവൻ എന്നാണ്. അപ്പൊ ഈ ലോകത്തിന്റെ ദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്തെ ഇന്ന് വ്യാപരിക്കുന്ന അന്തരീക്ഷ ശക്തികളിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ക്രമങ്ങളിൽ വ്യാപരിക്കുകയും നിരന്തരവും അനുസ്യൂതവുമായി നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ലോകം. ആ ലോകത്തിന്റെ നേതാവ്, ആ ലോകത്തെ നയിക്കുന്ന ആത്മാവ് സാത്താന്റെ ആത്മാവാണ്, അല്ലെങ്കിൽ പിശാചിന്റെ ആത്മാവാണ് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഈ മനുഷ്യന്റെ താല്പര്യങ്ങൾ, മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോരോ ആരാധനാ രീതികൾ പിന്തുടരുകയും പല ദൈവങ്ങളാലല്ല നാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ലോകത്ത് നാം കാണുന്ന അസംഖ്യമായ, ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും വിവിധങ്ങളായ മതദൈവങ്ങളുണ്ട്. ഒരു മതത്തിൽ തന്നെ കോടാകോടി ദൈവങ്ങൾ നമുക്ക് ഇന്ത്യയിലുണ്ട്. അവയ്ക്കുള്ള ആരാധനാ രീതികളും അവയ്ക്ക് അർപ്പിക്കുന്ന ബലികളും കാഴ്ചകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അവരെല്ലാം ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതും ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള അമ്പലങ്ങളും ക്ഷേത്രങ്ങളുമാണ് അവർ ഇരിക്കുന്നതെങ്കിലും ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും, ഇവരിലെല്ലാം വ്യാപരിക്കുന്നത് ഒരേ ആത്മാവാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്ന ദൈവം ആത്മാവാണ് എന്ന് യോഹന്നാൻ 4:24 നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തെ നാം ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ നമുക്ക് മെഴുകുതിരിയുടെ ആവശ്യമില്ല. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ ആരാധനാക്രമങ്ങളോ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ സത്യദൈവത്തെ നാം ആത്മാവിൽ, ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് കൊണ്ട് നാം ദൈവത്തെ ആരാധിക്കേണ്ടത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിന് ഒത്തവണ്ണമുള്ള ഒരു ആരാധനയാണ് നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ദൈവവചനത്തിൽ നാം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ആരാധന. ഈ ആരാധന അല്ല നമ്മൾ പലപ്പോഴും ദൈവസങ്കല്പങ്ങളിലുള്ള ആരാധനാലയങ്ങളിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ആരാധനകളല്ല അവിടെ നടത്തപ്പെടുന്നത്. അവിടെ പൂക്കളും പുഷ്പമാല്യങ്ങളും പ്രദർശനങ്ങളും കതിനയും വെടിയും കോഴിബലിയും മുട്ടബലിയും ഇങ്ങനെ അനവധി ബലികൾ നടത്തി അവരെല്ലാം അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. കാരണം അനുഗ്രഹം, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, അനുഗ്രഹം ചെയ്യുവാൻ അല്ലെങ്കിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ, അടയാളങ്ങളെ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് മാത്രമല്ല പിശാചിന് കഴിയും. അതുകൊണ്ടാണ് ഇന്ന് അനവധി ദേവാലയങ്ങളിൽ, അനവധി ആരാധനാലയങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടക്കുകയും അവിടെയൊക്കെയും പലവിധങ്ങളായ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുകയും ജനമെല്ലാം അവിടെ ബന്ധിക്കപ്പെട്ട് കഴിയുകയും ചെയ്യുന്നത്. എന്നാൽ നാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ഇത്തരത്തിൽ ആരാധിക്കുന്ന
ദൈവമല്ലാത്തവയെ ദൈവമെന്ന് കണ്ട് ആരാധിക്കുന്ന ഈ സമൂഹങ്ങളും അവരും ദൈവത്തിന്റെ സൃഷ്ടി ആണ് എന്നുള്ളത് അവരറിയാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം ഒരുവനേ ഉള്ളെന്നും ആ ഒരുവനാലാണ് ഈ ഭൂമിയും ഒക്കെയും സൃഷ്ടിച്ചതെന്നും നമ്മൾ വായിച്ചല്ലോ. ഇവിടെ നമ്മൾ വായിക്കുന്ന നാം അവന്റെ സന്താനമല്ലോ എന്ന് അവരും ഈ കവിവരന്മാരും പോലും പറയുന്നു. മാത്രമല്ല ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ അധ്യായത്തിൽ പറയുന്നത് എന്താണ് പറയുന്നത്? ഈ നാം എല്ലാവരും ഒരുത്തനിൽ നിന്ന് ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. പ്രൈസ് ദി ലോർഡ്. അപ്പം സകല മനുഷ്യരും ദൈവത്തിന്റെ കരവേലയായി സൃഷ്ടിക്കപ്പെട്ട ആദാം എന്ന ആദ്യത്തെ മനുഷ്യന്റെ മക്കളായിട്ട് ജനിക്കപ്പെട്ടവരാണ്. അപ്പോൾ അവർ ആദാമിലൂടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആദാമിൽ നിന്നും പുറപ്പെട്ടു വന്ന സകല മനുഷ്യരും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം പരിശോധിക്കുമ്പോൾ അവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. അവരെല്ലാം ദൈവം തന്റെ ഛായയിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ മതങ്ങളാണ് സൃഷ്ടികർത്താവിനെ മറന്ന് അവരുടെ സങ്കല്പങ്ങൾക്കും അവരുടെ ആചാര രീതികൾക്കും പിതാക്കന്മാർ ആരാധിക്കുകയും ആചരിക്കുകയും പോരുന്ന വ്യവസ്ഥകൾക്കൊത്തവണ്ണം ദിനം തോറും പുതിയ പുതിയ ആരാധനാലയങ്ങളും പുതിയ പുതിയ മന്ദിരങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ദൈവസങ്കല്പങ്ങളെ ആരാധിച്ചു പോരുന്നത്. എന്നാൽ ജീവനുള്ള ഒരു ദൈവമേ നമുക്കുള്ളൂ. അതിനെ സംബന്ധിച്ചാണ് വിശുദ്ധ മലാക്കിയുടെ പ്രവചന പുസ്തകത്തിൽ പ്രവാചകനായ മലാക്കി പറയുന്നത്, നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലേ ഉള്ളത്, ഒരു ദൈവം തന്നെ എത്രേ നമ്മെ സൃഷ്ടിച്ചത്. അപ്പോൾ ഏക ദൈവമാണ് എന്നുള്ളത് പലർക്കും അറിയാത്ത കാര്യമാണെങ്കിൽ വേറെ ചിലരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം ഉണ്ട് എന്ന് പോലും അവർ വിശ്വസിക്കുന്നില്ല. എന്നാൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ നമുക്ക് ഒരു ദൈവത്തിന്റെ വചനത്തിൽ അറിയാത്തവരായിക്കോട്ടെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയോ ആചരിക്കുകയോ ചെയ്യുന്ന നിമിത്തം അറിയാത്തവരായിക്കോട്ടെ, ഏതെങ്കിലും തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ ദൈവം യേശുവാണ് ദൈവം എന്നറിഞ്ഞ് ആരാധിക്കുന്നവരാകട്ടെ, ഇങ്ങനെയുള്ളവരൊക്കെയും ഉപരിയായി പ്രപഞ്ചത്തിൽ ഒരു ദൈവമില്ല എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ കൂട്ടം ആളുകളെങ്കിലും ഈ ലോകത്തിലുണ്ട്. അവരെ നമ്മൾ മനസ്സിലാക്കുന്നത് എയ്ത്തീസ്റ്റുകൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ എന്നുള്ളതാണ്. എന്നാൽ പോകെ ഈ നിരീശ്വരവാദികളിൽ പലരും ശരിയായ ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതിന് റോമാലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 18 മുതൽ ഉള്ള വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു: അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നാം ഇന്ന് ജീവിക്കുന്ന ഈ തലമുറയിൽ മനുഷ്യനെ സ്നേഹിക്കുന്നില്ല. മനുഷ്യന്റെ നന്മ കാംക്ഷിക്കുന്നില്ല. ഭൂരിഭാഗം വരുന്ന മനുഷ്യരുടെയും താല്പര്യം എനിക്ക് ആരെ വക്രിച്ചിട്ടാകട്ടെ, ആരെ കബളിപ്പിച്ചിട്ടാകട്ടെ, ആരുടെ സ്വത്ത് സമ്പത്ത് തട്ടിയെടുത്തിട്ടാകട്ടെ എനിക്ക് പണം ഉണ്ടാക്കണം. നമുക്കിന്ന് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ ഏറ്റവും അധികം വളർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഈ ദിവസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? പല ഡിജിറ്റൽ തട്ടിപ്പുകളും അരങ്ങേറിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം കൊണ്ടൊക്കെ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് കോടികളാണ് ബുദ്ധിമാന്മാരായ പലരുടെയും അക്കൗണ്ടുകളിലേക്ക് വന്നു ചേരുന്നത്. പണ്ടൊക്കെ ഒരു വ്യക്തിയെ ഏതെങ്കിലും തരത്തിൽ പ്രലോഭിപ്പിച്ചിട്ടോ ഒരു ചെക്കെഴുതി മേടിച്ചിട്ടോ അല്ലെങ്കിൽ അയാളുടെ അക്കൗണ്ടിൽ ചെന്ന് അയാളെയും കൂടെ പ്രലോഭിപ്പിച്ച് ബാങ്കിൽ ചെന്നിട്ട് ഒരു സംഖ്യ വാങ്ങിച്ചുകൊണ്ട് പോകാമെങ്കിൽ ഇന്ന് കോടികളുടെ തിരിമറി നടത്തണമെങ്കിൽ അതിനു വേണ്ടി ആവശ്യമായിട്ടുള്ളത് ഏതാനും ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് അയാൾ പോലും അറിയാതെ അയാളുടെ സമ്പത്ത് മറ്റൊരുവരുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേരുകയാണ്. ഞാനിത് സംസാരിക്കുന്ന ഈ നിമിഷവും ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിലിരുന്ന് വിവിധ രാഷ്ട്രങ്ങളിലുള്ളവരെ കണ്ണു ചുമന്ന നേരത്തിൽ തട്ടിച്ച് പണമുണ്ടാക്കുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പൊ ഇത്തരത്തിൽ മനുഷ്യനെ ചൂഷണം ചെയ്യുകയും മനുഷ്യന്റെ സമ്പത്ത് കൊള്ളയടിക്കുകയും മനുഷ്യന്റെ അഭിമാനത്തെ കൊള്ളയടിക്കുകയും മനുഷ്യന്റെ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുകയും ചെയ്യുന്ന എല്ലാ തലത്തിലും എല്ലാവിധ അരാജകത്വവും നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിൽ ജീവിക്കുന്ന ഈ തലമുറയിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം: ഇങ്ങനെയുള്ളവരും ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അപ്പോൾ അവർ ആരാധിക്കുന്ന ദൈവം ആരാണ്, അവർ ആരാധിക്കുന്ന ദൈവം ഏതാണ് എന്നുള്ള കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എന്നാൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഈ ദൈവം ഇല്ല എന്ന് പറയുന്ന മൂഢന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ പറയുന്നത് അവർ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവരാണ്. ആമേൻ.
അവർ അന്യായവും അനീതിയും പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സത്യത്തെ, ഈ പ്രപഞ്ചത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവത്തിൻ്റെ സത്യത്തെ തിരസ്കരിക്കുന്നവരാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അവരുടെ നേരെ ആ മനുഷ്യരുടെ നേരെ അവരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ട് വരുന്നു. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിൽ ഓരോ ദിവസവും ആളുകൾ ചോദിക്കും, കുഞ്ഞു കുട്ടികളെ ദൈവം ശിക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു അപകടമുണ്ടാകുമ്പോൾ, ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്കും ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയൊന്നും പ്രത്യേകമായിട്ട് നമ്മൾ ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുന്നിടത്ത് കാണുന്നില്ല. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് വയനാട്ടിൽ 2-3 ഗ്രാമങ്ങൾ ഒപ്പാടെ ഒലിച്ചുപോയി. അവിടെ ആ പലവെള്ളപ്പാച്ചിലിൽ 3-4 കെട്ടിടങ്ങളുടെ ഉയരം, ഉദാഹരണത്തിന് 40-50 അടിയും വരെ നിൽക്കുന്ന ചെറിയ ചെറിയ മലകളും അവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നിർമ്മിതികളും അടക്കം പൂർണ്ണമായും ആ പ്രദേശം കണ്ട് തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ ഒലിച്ചു പോയിട്ടുണ്ട്. അവിടെ ദൈവം അവിടെ നിന്ന് ചില കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചില കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പം എന്താണ് ഈ ഭൂമിക്ക് സംഭവിച്ചിരിക്കുന്നത്? ഈ ഭൂമിയുടെ താളം, ഈ ഭൂമിയുടെ നില എല്ലാം അപായപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭൂമിയിൽ വ്യാപരിക്കുന്ന തിന്മയുടെ ശക്തി വളർന്ന് പെരുകിയത് കൊണ്ടാണ്. തിന്മ പെരുകുന്നിടത്ത്, അധർമ്മം പെരുകുന്നിടത്ത്, അശുദ്ധി പെരുകുന്നിടത്ത് എല്ലാം ദൈവത്തിൻ്റെ കോപം വെളിപ്പെട്ട് വരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ഈ കോപം, ഇത് ദൈവകോപമാണ്. ദൈവത്തിൻ്റെ ഇന്നത്തെ തലമുറയിൽ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്കുള്ള ഒരു ശിക്ഷയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ പോലും ഉണ്ടാകുന്നത് എന്ന് മനുഷ്യൻ അറിയാതിരിക്കുമ്പോൾ ദൈവവചനം പറയുകയാണ്, ഇവർക്കെല്ലാം നേരെയുള്ള ദൈവത്തിൻ്റെ കോപം വെളിപ്പെട്ട് വരുന്നുവെന്ന്. എന്നിട്ട് പറയുകയാണ്, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അപ്പോൾ ദൈവമുണ്ട് എന്നുള്ളത് ദൈവം ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും അവർ സത്യദൈവം ആരെന്നോ, തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആ ദൈവത്തിൻ്റെ പുത്രത്വം പ്രാപിച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കേണ്ടതിന് വേണ്ടി ആ ദൈവത്തെ തേടുകയോ അന്വേഷിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള കാര്യവും ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ദൈവം അവർക്ക് വെളിവാക്കിയിരിക്കുന്നല്ലോ, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ, അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അപ്പം ദൈവം ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന മാറ്റങ്ങളിലൂടെ ഇത് സ്വാഭാവികമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രപഞ്ചമല്ലെന്നും, ഇതിൻ്റെ പിന്നിലേക്ക് പോകുമ്പോൾ ഒരു സൃഷ്ടികർത്താവുണ്ടെന്നും, ഈ പ്രപഞ്ചത്തിൽ മുളച്ചു വരുന്ന ഓരോ സസ്യവും അത് പൂർണ്ണ വളർച്ചയെത്തി അതിൻ്റെ വിത്തുകളെ ഉൽപ്പാദിപ്പിക്കുകയും പിന്നീട് അതും അനേക സസ്യങ്ങളെ പുറപ്പെടുവിക്കുകയും ചെയ്യുമ്പോൾ ദൈവമേ, ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള ഓരോ കാര്യങ്ങളും ഒരു സൃഷ്ടികർത്താവിലേക്കാണ് ഒടുവിൽ എത്തിച്ചേരുന്നത്. നമ്മൾ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയാൽ നമുക്ക് ഉൽപ്പത്തി 1:11 കാണുന്ന ദൈവത്തിൻ്റെ മൂലസൃഷ്ടിയിൽ ദൈവം പറയുന്നു, ഭൂമി അതുതരം സസ്യങ്ങളെ മുളപ്പിക്കുന്ന ചെടികളും അതുതരം ഫലമുള്ള വൃക്ഷങ്ങളും കൊണ്ട് നിറയട്ടെ എന്ന് കൽപ്പിച്ച ആ കൽപ്പനയിലേക്കും ആദ്യത്തെ മനുഷ്യനായ ആദാമിലേക്കും എത്തിച്ചേരും. എന്നാൽ ഇതിനും ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഇവയൊക്കെ മനസ്സിലാക്കാനും കാണുവാനും ഗ്രഹിക്കുവാനും കഴിയുന്നതിനിടയിൽ പോലും മനുഷ്യൻ ബുദ്ധിയും വിവേകവും ദൈവമേ മരവിച്ചിട്ട് ഒരു ജീവനുള്ള ദൈവത്തെ കാണാനും അറിയാനും കഴിയുന്നതായ സംഭവ വികാസങ്ങൾ ഈ പ്രപഞ്ചത്തിൽ അനുനിമിഷം നമ്മുടെ കൺമുമ്പിൽ വെളിപ്പെട്ട് വരുമ്പോൾ അവയൊക്കെ മറന്നു കളഞ്ഞിട്ട് അവയുടെയൊക്കെ പിന്നാലെ ഉള്ള പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ജീവനുള്ള അദൃശ്യ ദൈവത്തിൻ്റെ കരത്തെ കാണാൻ കഴിയാതെ, ആ ദൈവം ആരാണെന്നറിയാതെ, ആ ദൈവം മനുഷ്യന് വേണ്ടി എന്താണ് ഈ ഭൂമിയിൽ ചെയ്തിട്ടുള്ളത് എന്നറിയാതെ, ആ വീണുപോയ മനുഷ്യനെ ഉദ്ധരിക്കുവാൻ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യരുടെ പാപങ്ങളെ വഹിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം അറിയാതെ ഇരുട്ടിൻ്റെ വഴികളിൽ അന്ധകാരത്തിൽ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ദൈവങ്ങളെ സംബന്ധിച്ചും ദൈവവചനത്തിൽ വ്യക്തമായ ഉത്തരം നൽകിയിട്ടുണ്ട്. നാം വായിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കാത്ത ഒരു സംഭവ വികാസങ്ങൾ ലോകത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല,
ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ല, ഉണ്ടാകുകയുമില്ല. ഈ ലോകത്ത് സംഭവിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ദൈവിക ആലോചന വെളിപ്പെടുത്തുന്ന ഒരേ ഒരു ഗ്രന്ഥമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവ് ദൈവം സംസാരിച്ചിട്ടുള്ള ദൈവവചനമാകുന്ന വിശുദ്ധ വേദപുസ്തകമെന്ന് നാം വിളിക്കുന്ന ബൈബിളാണ്. ഈ ബൈബിളിൽ പറയപ്പെട്ടിരിക്കുന്ന സത്യത്തിന് ബുദ്ധിയോടെ ഈ പ്രപഞ്ച ശക്തികളിലൂടെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ മാത്രം നിരീക്ഷിക്കുന്ന ഒരു മനുഷ്യന് പോലും ആ അദൃശ്യനായ ആ സൃഷ്ടികർത്താവായ ഏകദൈവത്തിലേക്ക് വന്നു ചേരണം. എന്നാൽ പകരം മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? മനുഷ്യൻ ഇഴജാതികളുടെയും നാൽക്കാലികളുടെയും അതുപോലെ പർവ്വജാലങ്ങളെയും രൂപസാദൃശ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അവയെ ദൈവമായിട്ട് ആരാധിക്കുകയാണ്. പലയിടത്ത് സൂര്യനെ ആരാധിക്കുന്നവർ നമുക്ക് കണ്ടിട്ടുണ്ട്. സൂര്യനെ ആരാധിച്ച് കണ്ണിന് കാഴ്ച പോയവർ നമ്മൾ കണ്ടിട്ടുണ്ട്. നാം ഒരു കാര്യം ആലോചിക്കണം. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ദൈവമേ ഈ ഗാലക്സിയിലുള്ള ഏറ്റവും ഈ പ്രപഞ്ചത്തിൻ്റെ ജീവന്, ഈ പ്രപഞ്ചത്തിലെ ബോട്ടണിക് ലൈഫിന്, ജൈവ ജീവിതങ്ങളുടെ ഏറ്റവും വലിയ കാരണം ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്ന സൂര്യനാണ് എന്ന് നമുക്കറിയാം. സയൻസ് പഠിക്കുന്ന ഏതൊക്കെ അറിയാം, സൂര്യനിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നത്. സസ്യജാലങ്ങളുടെ ജീവൻ സൂര്യനിൽ നിന്നാണ്. എന്നാൽ ഈ സൂര്യനെ ആരാധിക്കുന്നവർ പോലും നമുക്കറിയാം, ഈ സൂര്യൻ എന്ന് പറയുന്നത് ദൈവമുണ്ടാക്കിയ സൃഷ്ടികളിൽ ദൈവമേ ഏറ്റവും ചൂടും പ്രകാശമുള്ള ഒരു സൃഷ്ടിയാണ്. ഈ സൃഷ്ടിയുടെ ദൈവമേ 1000 കിലോമീറ്റർ ദൂരത്ത് പോലും മനുഷ്യന് ചെന്നെത്താൻ കഴിയില്ല. എന്തിന്? ആയിരക്കണക്കിന് 10,000 കിലോമീറ്റർ ദൂരമുള്ള ഈ ഭൂമിയിൽ പോലും നല്ല സമ്മറിൽ, നല്ല വേനൽക്കാലത്ത് മധ്യാഹ്നത്തിൽ 1 മണിക്കൂർ നമ്മൾ ഏതെങ്കിലും ഒരു തൊപ്പിയുടെയോ ഒരു തണലിൻ്റെയോ മാർഗമില്ലാതെ നമ്മൾ അതിൽ പണിയെടുത്താൽ നമ്മൾ കുഴഞ്ഞു വീഴും. അങ്ങനെ അനേകം മരണപ്പെട്ടു പോയിട്ടുണ്ട്, സൺസ്ട്രോക്ക് ബാധിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ഈ ഇത്തരം മഹത്തരമായ സൃഷ്ടികളുടെ, വൈശിഷ്ട്യമാർന്ന സൃഷ്ടികളുടെ മഹത്വവും വലിപ്പവും മനുഷ്യൻ ശാസ്ത്രീയവും സാങ്കേതികവുമായി തിരിച്ചറിഞ്ഞിട്ട് സൂര്യനെയും അതിൻ്റെ ചൂടിനെയും അത് ചുറ്റിത്തിരിയുന്ന ഗാലക്സിയെയും സ്തോത്രം, അതിൻ്റെ ഭ്രമണപഥത്തെയും അതിൻ്റെ പ്രവർത്തന മണ്ഡലത്തെയും അത് ഉൽപ്പാദിപ്പിക്കുന്ന ചൂടിനെയും ശക്തിയെയും മനുഷ്യൻ ശാസ്ത്രം ഉപയോഗിച്ച് കണ്ടുപിടിക്കപ്പെട്ടിട്ടും ആ സൂര്യന്റെ അടുത്തേക്ക് 7 അയലത്ത് പോലും മനുഷ്യന് എത്തിച്ചേരാൻ കഴിയാത്തപ്പോൾ ആ സൂര്യനെയും ഉണ്ടാക്കിയ ദൈവം, ആ ദൈവം ഇങ്ങനെയാണ്, ആ ദൈവം ഈ രൂപത്തിലാണ് ഇരിക്കുന്നത്. ആ ദൈവം 3 പേർ കൂടിയ ദൈവമാണ്. ആ ദൈവത്തിൽ ഒരു പിതാവുണ്ട്, ആ ദൈവത്തിൽ ഒരു പുത്രനായ ദൈവമുണ്ട്, ആ ദൈവത്തിൽ ഒരു പരിശുദ്ധാത്മാവായ ദൈവമുണ്ട്. ഇങ്ങനെ 3 ദൈവങ്ങളാണ് അവിടെ ഉള്ളത് എന്ന് ഈ സൂര്യനെ അടുത്ത് ചെല്ലാൻ മനുഷ്യൻ കഴിയാത്ത ആ സൂര്യനെ ചമച്ചുണ്ടാക്കിയ ദൈവത്തിന് പോലും ആ ദൈവത്തെ പോലും മനുഷ്യൻ വിവക്ഷിക്കുന്നത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ടാണെന്ന് ആർക്കുമ്പോൾ ദൈവമേ, മനുഷ്യൻ എത്രമാത്രം വ്യർത്ഥനാണ് എന്നൊരു കാര്യം മറന്നു പോകരുത്. ആ ദൈവത്തിന്റെ അദൃശ്യ ശക്തിയെ, ആ ദൈവത്തിന്റെ മനുഷ്യനെ ചിന്തിക്കാനും വിചാരിക്കാൻ കഴിയാത്ത ശക്തിയെ മറന്നു കളഞ്ഞിട്ടാണ് ഏകദൈവമായി തന്നെ വെളിപ്പെടുത്തിയ ദൈവം. ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല, എനിക്ക് മുമ്പും എനിക്ക് ശേഷവും ആരുമില്ല, ഞാൻ മാത്രമാണ് ദൈവമെന്ന് യെശയ്യാവ് 43:10-11 പറയുന്ന ദൈവം. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന് വെളിപ്പെടുത്തുന്ന ഏക സത്യ ദൈവത്തിന് മനുഷ്യൻ മനുഷ്യ സാദൃശ്യത്തിലുള്ള ഒരു പിതാവിനെയും മനുഷ്യ സാദൃശ്യത്തിൽ ഈ ലോകത്ത് ജീവിച്ച മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു പുത്രനെയും പ്രാവെന്ന രൂപത്തിൽ യോഹന്നാന് വെളിപ്പെട്ട ആ ഒരു പരിശുദ്ധ ആത്മാവിൻ്റെ ദൈവത്തിൻ്റെ 3 ത്രികാലത്തിലുള്ള പദ്ധതികളെ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ രക്ഷയെയും വീണ്ടെടുപ്പിനെയും പരിപാലനയും പ്രതിപാദിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ തന്നെ 3 ദൈവിക. അപ്പോൾ ബുദ്ധിയാണ് മനുഷ്യൻ ദൈവത്തെ കണ്ടുപിടിക്കാനുള്ള മാനദണ്ഡമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ അതിനു മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോജിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിശ്വസനീയമായത് അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായത് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്താണ് ലോജിക്കലി കറക്റ്റ്? എവിടുന്നാണ് ഈ ലോജിക്ക് കടന്നു വന്നത്? നമ്മുടെ ജീവന്റെ അടിസ്ഥാനം ലോജിക്കലി ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മനുഷ്യന്റെ ഒരു ഭ്രൂണം ഉളവായതിനു ശേഷം അതിൽ ആദ്യം ഉണ്ടാകുന്ന അസ്ഥി ഏതാണെന്ന് പോലും മനുഷ്യന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ച കാര്യങ്ങൾ ആധികാരികമാണെന്ന് മനുഷ്യൻ പറയുന്നു എന്നുള്ളതിലപ്പുറമായി
ഹല്ലേലൂയ. ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എപ്പോഴും നീ അറിയുന്നുണ്ടോ എന്നൊരു ചോദ്യം വിശുദ്ധ വേദപുസ്തകം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ സർവശക്തനായ ദൈവം മനുഷ്യന് അടുത്തുകൂടി പോലും ചെല്ലാൻ കഴിയാത്ത ഈ പ്രഭയുള്ള ഈ ചൂടുള്ള സൂര്യനെ ഉണ്ടാക്കി ആകാശത്തിൽ ഒരു ഭ്രമണപഥത്തിൽ സ്ഥിരമായ ഒരു ഭ്രമണപഥം ഉണ്ടാക്കി അതിനുള്ളിൽ മാത്രം പ്രവർത്തിക്കാൻ അധികാരവും അവകാശവും നൽകിയ ദൈവം, ആ സർവശക്തനായ ദൈവത്തെയാണ് മനുഷ്യന്റെ തന്നെ സാദൃശ്യമുള്ള കുറച്ചുകൂടി നരച്ച താടിയുള്ള ഒരു അപ്പനെ പിതാവായും ദൈവമേ ഈ ലോകത്ത് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു എന്ന ജഡത്തിൽ പ്രത്യക്ഷനായ ദൈവപ്രത്യക്ഷതയെ പുത്രനായ ദൈവമെന്നും പ്രാവെന്ന രൂപത്തിൽ യോഹന്നാന് വെളിപ്പെട്ട ആ പ്രാവിനെ പരിശുദ്ധ ആത്മാവായും ചിത്രീകരിച്ചുകൊണ്ട് ദൈവത്തിനൊരു കൂട്ടായ്മയുണ്ടെന്നും ആ കൂട്ടായ്മയിൽ പിതാവ് പുത്രനിൽ പുത്രൻ പരിശുദ്ധാത്മാവല്ലെന്നും പിതാവ് പരിശുദ്ധാത്മാവല്ലെന്നും പറഞ്ഞ് ട്രയാങ്കിൾ വരച്ച് ദൈവത്തെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന മൂഢനായ മനുഷ്യരോട് ഞങ്ങൾക്ക് പറയാനുള്ള, അയ്യോ മൂഢനായ മനുഷ്യ, ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നും ചലിക്കുന്നത് സൃഷ്ടികർത്താവായ ദൈവത്തിന്റെ ശക്തിയിലും ബലത്തിലും മഹത്വത്തിലുമാണ് എന്ന് ദൈവമേ ജ്ഞാനിയായ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കി കണ്ടുപിടിക്കാൻ കഴിയുമ്പോൾ, കാലങ്ങളുടെ ഭേദാഭേദങ്ങൾ ദൈവത്തിന്റെ ആലോചനയും പദ്ധതി പ്രകാരം ദേശദേശാന്തരങ്ങളിൽ വ്യത്യസ്തമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവമേ അതിൻ്റെ ഒക്കെയും സമയങ്ങളും കാലങ്ങളും നിശ്ചയിച്ചിട്ടുള്ള ഒരു ദൈവം, ആ ദൈവത്തെ മനുഷ്യൻ തപ്പി നോക്കി കണ്ടെത്തുമോ, അന്വേഷിച്ച് കണ്ടെത്തുമോ എന്ന് ദൈവം അന്വേഷിക്കുന്നു എന്നാണ് നമ്മൾ ആദ്യം വായിച്ച പാസേജിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്നവരായ നിങ്ങളോട് പറയുവാനുള്ളത്, ഒരു ദൈവമേ ഉള്ളൂ. ഒരു ദൈവമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉണ്ടാക്കിയത്. ആ ദൈവം തൻ്റെ തന്നെ താൻ ഭാവിയിൽ സ്വീകരിക്കുവാനിരിക്കുന്ന സാദൃശ്യത്തിൽ മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ സാദൃശ്യത്തിൽ വരുവാനിരിക്കുന്ന ആദാം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ആദാം ആരുടെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ, വരുവാനുള്ള ക്രിസ്തുവിന്റെ പ്രതിരൂപമായി നിന്നുകൊണ്ട് ദൈവം ഏദനിൽ മണ്ണ് കൊണ്ട് ദൈവത്തെ മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിൽ ആ മനുഷ്യനിൽ ആ തൻ്റെ ആത്മാവ് ഊതി അവനെ ജീവനുള്ളതാക്കി ദേഹിയാക്കിയെങ്കിൽ ആ മനുഷ്യരിലൂടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ സകല മനുഷ്യരുടെയും പിതാവ് എന്നുള്ള നിലയിൽ ആത്മാവായ ഒരു ദൈവമേ നമുക്കുള്ളൂ. അവൻ ആത്മാക്കളുടെ പിതാവായ ദൈവമാണ്. നമ്മിൽ നിവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മാവ് ദൈവത്തിന്റെ ആത്മാവാണ്. നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമ്മെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ വരുവാനുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരായി നിങ്ങളോട് പറയുവാനുള്ളത്, ഒരു ദൈവമേ നമുക്കുള്ളൂ. അവൻ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അവൻ ആത്മാവാണ്, ആത്മാവായ ദൈവമാണ്. അവൻ ദൈവം ആത്മസ്വരൂപിയായിരിക്കെ തന്നെ ഹല്ലേലൂയ ആത്മസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ജഡത്തിൽ വന്ന് പാപം ചെയ്തപ്പോൾ മക്കൾ ജഡരക്തങ്ങളോരായവരായതുകൊണ്ട് അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി ജഡത്തിൽ മരിച്ച മരണത്തിന് അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ തോൽപ്പിച്ചുകൊണ്ട് ജീവപര്യന്തം മരണഭീതിയിൽ കഴിഞ്ഞവരെയൊക്കെയും വിടുവിക്കുവാൻ അവൻ ഈ ലോകത്തിലേക്ക് ജഡമെടുത്തു വന്നത് മറ്റാരുമല്ല, ദൈവം ആണ് ജഡത്തിൽ വെളിപ്പെട്ടത്. 1 തിമോത്തി 3:16 വിശുദ്ധ പൗലോസ് പറയുന്നു, ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അതേ ജഡത്തിൽ വെളിപ്പെട്ടത് ദൈവമാണ്. അപ്പോൾ അവൻ ദൈവമായിരിക്കെ തന്നെ വീണ്ടെടുപ്പുകാരനായി ജഡത്തിൽ വെളിപ്പെട്ടു. അത് ദൈവത്തെ രണ്ട് ദൈവമാക്കുന്നില്ല. അത് സർവ്വപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യർ തേടി കണ്ടെത്തുവാൻ ആകുന്ന ഈ കാലത്ത് തിരുവെഴുത്തുകളെ പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും തിരിച്ചറിയുവാൻ കഴിയുന്ന ആ ദൈവത്തെ മനുഷ്യൻ തേടി കണ്ടെത്തുമോ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നോക്കുന്നു. അപ്പോൾ ദൈവത്തെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നവനെ ബുദ്ധിമാൻ എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ദൈവം ഇല്ലാത്തവനെ വേദപുസ്തകം മൂഢൻ എന്ന് പറയുമ്പോൾ, ഈ പ്രപഞ്ചത്തിൽ ഇന്ന് നാം കാണുന്ന സകല പ്രതിഭാസങ്ങളും വിളിച്ചു പറയുന്ന ഒരു സൃഷ്ടികർത്താവുണ്ട്. സർവ്വ സൃഷ്ടികളുടെയും പിന്നാമ്പുറങ്ങളിലേക്ക് പോയി ചരിത്രം അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയില്ല. നാം സേവിക്കുന്ന ആ ദൈവം തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവായി ലോകത്തിൽ വെളിപ്പെട്ടു വന്ന ഒരു ദൈവം. ആ ദൈവം രക്ഷകനായി ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ സ്വീകരിച്ച നാമമാണ് യേശുവ, അല്ലെങ്കിൽ യേശു എന്ന മലയാളത്തിൽ നാം വിളിക്കുന്ന നാമം. യേശു എന്ന് നാം വിളിക്കുമ്പോൾ ദൈവം രക്ഷകൻ എന്നല്ലാതെ മറ്റൊരു ദൈവം എന്ന് വിവക്ഷിക്കപ്പെടുവാൻ യാതൊന്നും വിശുദ്ധ വേദപുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പ്രസ്താവിക്കുന്ന ആ ഒരു ഏക ദൈവമേ നമുക്കുള്ളൂ. ആ ഏക ദൈവത്തിൽ വിശ്വസിക്കുവാനും ആ ഏക ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാപദ്ധതിയിൽ ദൈവമേ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായി അവകാശത്തിലേക്ക്, ഓഹരിയിലേക്ക്, പുത്രത്വത്തിന്റെ അവകാശങ്ങളിലേക്ക് മടങ്ങുവാൻ ദൈവം എന്നെ കേട്ടവരായ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കർത്താവായ യേശു ക്രിസ്തു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.